യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ തരുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് തിരുവചനം ഗ്രഹിപ്പാൻ കഴിയുകയില്ലല്ലോ. ഞങ്ങളോട് കരുണ ചെയ്യണമേ കർത്താവേ. ഇപ്പോൾ അടിയങ്ങളുടെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ വീടുകളെയും വിശ്വാസത്താൽ കണ്ട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക ക്ലേശങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അവിശ്വാസം, തെറ്റിദ്ധാരണ, സ്നേഹമില്ലായ്മ ഇവയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിൽ ദൈവത്തിന്റെ വചനവുമായി ഈ വീടുകളിലേക്ക് ഞങ്ങൾ കയറുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ ഭവനങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, അവകാശം പറയുന്നു. ശാപങ്ങൾ അവരുടെ കുടുംബത്തിൽ നിന്ന് മാറി ദൈവിക വെളിച്ചം കുടുംബത്തിൽ പ്രകാശിക്കുകയും സത്യമറിഞ്ഞ് സ്വതന്ത്രരാകുവാൻ കൃപ ചെയ്യണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവായ യേശുവിന്റെ മടങ്ങി വരവ് എങ്ങനെ എന്ന വിഷയത്തിൽ അത് രഹസ്യമായ ഒരു ഭാഗമുണ്ടെന്നും പരസ്യമായ ഒരു ഘട്ടമുണ്ടെന്നും ചിന്തിച്ചല്ലോ. യേശു ക്രിസ്തുവിന്റെ പരസ്യമായ മടങ്ങി വരവ് എങ്ങനെ, ഏത് വിധം എന്നതിനെക്കുറിച്ച് സഖരിയാ പ്രവചനത്തിൽ നിന്നും ചിന്തിക്കുകയായിരുന്നുവല്ലോ. ഒന്നാമത്തെ വരവ്, അതായത് മടങ്ങി വരവിന്റെ ഒന്നാം ഘട്ടം സുവിശേഷം വിശ്വസിച്ചവർക്ക് വേണ്ടിയാണ്. എന്നാൽ രണ്ടാം ഘട്ടം സുവിശേഷം അനുസരിക്കാത്തവർക്ക് വേണ്ടിയാണ്. ഒന്നുകൂടെ നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ച വാക്യം നോക്കാം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രോഗ്രാമും സുവിശേഷത്തോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അവൻ ഇവിടെ വന്നത് ആണ് സുവിശേഷം. വിവരിക്കാം. എന്താണ് സുവിശേഷം? മതം മാറ്റമല്ല, ക്രിസ്തു മതത്തെക്കുറിച്ച് പറയലല്ല. എന്താണ് സുവിശേഷം? ഉത്തരം പറയാം, ലളിതമാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം? പോരെങ്കിൽ വിവരിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറിച്ചെടുത്തിട്ട് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം, പേജ് നമ്പർ 179. എന്താണ് സുവിശേഷം? ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം. സുവിശേഷം ഒരു മതമല്ല, ഒരാശയമല്ല, ഒരു തത്വസംഹിതയല്ല. സുവിശേഷം ഒരു വ്യക്തിയെക്കുറിച്ചുള്ള വാർത്തയാണ്. അത് ക്രിസ്തുവാണ്. അത് വേറെ ആരുമല്ല, വേറെ ആരെക്കുറിച്ചുമല്ല, യേശുവിനെ കുറിച്ച് മാത്രമാണ്. ഈ സുവിശേഷത്തിന്റെ ബേസിലായിരിക്കും ഇനിയും യേശു ഇവിടെ വരുന്നതും വരാൻ പോണതും പ്രവർത്തിക്കുന്നതും ഇടപെടുന്നതും ന്യായവിധിക്കുന്നതും ശിക്ഷ വിധിക്കുന്നതും രക്ഷിക്കുന്നതും എല്ലാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത് സുവിശേഷമാണ്. അപ്പൊ സുവിശേഷം ഞാൻ നിങ്ങളോട് തുടർച്ചയായി 3 മാസം സംസാരിച്ചു. എന്നാൽ തുടർന്ന് ഇനി സംസാരിക്കുന്നത് ക്രിസ്തുവിന്റെ മടങ്ങിവരവാണ്. ഒരു ദിവസമോ 2 ദിവസമോ കേട്ടവർ കാണും, ഒരു ദിവസം ഒരു കേൾക്കാത്തവർ കാണും. എങ്കിലും ഓർപ്പിക്കട്ടെ, സുവിശേഷമാണ് കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നിങ്ങളോട് സംസാരിച്ചത്. സുവിശേഷത്തിന്റെ ഭാവി പരിപാടിയാണ് ഇനിയും സംസാരിക്കുന്നത്. സുവിശേഷം വിശ്വസിച്ച തന്റെ വിശുദ്ധ സഭയെ ചേർക്കാൻ വേണ്ടി യേശു മടങ്ങി വരും. ആ മടങ്ങിവരവിൽ ക്രിസ്തു സഭ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകും. ഇതാണ് ഒന്നാം വരവിൽ സംഭവിക്കുന്നത്. കർത്താവിന്റെ മടങ്ങിവരവിന്റെ രണ്ടാം ഭാഗം സുവിശേഷം അനുസരിക്കാത്തവർക്ക് വേണ്ടിയാണ്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് വേണ്ടിയാണ്. ശ്രദ്ധിക്കൂ, യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും. അപ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇനി വരുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന്റെ രണ്ടാം ഭാഗം പരസ്യവരവ്, ഒലിവുമലയിലെ വരവ് ആർക്ക് വേണ്ടിയാണ്? സുവിശേഷം അനുസരിക്കാത്തവർക്കാണ്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് എന്ത് കിട്ടും? പ്രതികാരം കിട്ടും. പിന്നെ ആർക്കൊക്കെ കിട്ടും? ദൈവത്തെ അറിയാത്തവർക്ക് പ്രതികാരം കിട്ടും.
ഇതൊക്കെ നീതിയാണോ? വിവരിക്കാം. ദൈവത്തെ അറിയാത്തവര്, സുവിശേഷം അനുസരിക്കാത്തവർ, ഇങ്ങനെ രണ്ടായിട്ട് ജനത്തെ തിരിക്കുന്നു. ദൈവത്തെ അറിയാത്തവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തെ അറിയാത്തവർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ വിവരിക്കാം. റോമാലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. 19-ാം വാക്യം, ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. തിരുവഴുത്തിലെ വാക്യങ്ങൾ വളരെ വായിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ബോറടിക്കരുത്, ശ്രദ്ധിച്ചു കേൾക്കണം. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ ദൈവത്തെ അറിയാത്തവർക്ക് പ്രതികാരം എന്താ? ദൈവത്തെ അറിയാത്തവർ പറയാം, ദൈവത്തെ അറിയാത്ത ഒരു സൃഷ്ടി ഇവിടെയില്ല. ബൈബിൾ പറയുന്നു ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടാവിനെ അറിയാത്ത സൃഷ്ടിയില്ല. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശം സംസാരിക്കുന്നത് എന്നെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ടെന്നാണ്. മൃഗങ്ങൾ പോലും അതനുസരിച്ച് ജീവിക്കുന്നു. ബൈബിൾ പറയുന്നു മീബൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിന്റെ കാലമറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ബൈബിളിലെ ആ പ്രസ്താവനയൊക്കെ ശാസ്ത്രീയമാണ്. 2000, 3000, 4000 കിലോമീറ്റർ യാത്ര ചെയ്ത് ചില പക്ഷികൾ കേരളത്തിൽ വരുന്നു. ഒരു സീസൺ കഴിയുമ്പോൾ ആ പക്ഷി തിരിച്ചു പോകുന്നു. വിദ്യാഭ്യാസം ഇല്ലാത്തവർ ചിലപ്പോൾ നിഷേധിക്കുമായിരിക്കും. പത്രമെങ്കിലും വായിക്കുന്നവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഒരു കൂട്ടം പക്ഷികൾ ഇവിടെ ഒരു സീസണിൽ വരും. അവർ ഈ കടൽ മുഴുവൻ കടന്ന് മറ്റൊരു രാജ്യത്തുനിന്ന് വരുന്ന പക്ഷിയാണ്. ആ സീസണിൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വരും. ഒരു മാസം ഇവിടെ നിന്നിട്ട് അവർ സ്ഥലം വിടും. ഇതിനെക്കുറിച്ച് ബൈബിളിൽ പ്രസ്താവന ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കൊക്കും മീബൽ പക്ഷിയും മടങ്ങി വരേണ്ട കാലം അറിയുന്നു. അതായത് ഈ സീസണിൽ ഇവിടുന്ന് പോയാൽ തിരിച്ചിവിടെ വരേണ്ട സമയം പക്ഷിക്ക് അറിയാവുന്ന. ദൈവം പറയുന്നു എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. അപ്പോൾ സൃഷ്ടികളെല്ലാം അറിയുമ്പോഴും മനുഷ്യനാണ് ദൈവത്തെ അറിയാത്തത്. അറിയായ്മയല്ല, അഹങ്കാരമാണത്. ജീവൻ തന്ന് ദിനംതോറും പരിപാലിച്ച് നടത്തുന്ന സർവശക്തനായ ദൈവത്തെ അവന്റെ ഉള്ളിൽ അവനറിയാം. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ദൈവമില്ലെന്നൊരു മനുഷ്യൻ പറയുന്നത്. ദൈവമില്ല എന്നൊരു ആൾ പറയുമ്പോൾ തന്നെ ഓർത്തോണം, ദൈവം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇല്ലാത്തൊരു കാര്യത്തിന് പേരില്ലല്ലോ, ഇല്ലാത്തൊരു കാര്യം പറയണ്ടല്ലോ, ഇല്ലാത്തൊരു കാര്യം ചിന്തിക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ ഒരു കാര്യം ഇല്ല എന്ന് കൂടുതൽ പറയുന്നത് തന്നെ അവന്റെ ഉള്ളിലെ ദൈവബോധത്തെ അവൻ അടിച്ചമർത്തുകയാണ്. കാരണം അഴിമതിയും അനീതിയും ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നത്. പോകട്ടെ, ദൈവത്തെ അറിയാത്തവർ എന്നതിന് റോമർ 1:19 പറയുന്ന വിശദീകരണം എന്താണെന്ന് ശ്രദ്ധിച്ചോ? അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി തീർന്നു. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി ഇവയുടെ രൂപ സാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. നമ്മുടെ വിഷയത്തിലേക്ക് പോകണമല്ലോ. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ പ്രതികാരം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ദൈവത്തെ അറിയാത്തവരാണെന്ന്. അപ്പൊ ദൈവത്തെ അറിയാത്തവരെന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിഞ്ഞിട്ടും, അതായത് അന്തരാത്മാവിൽ ദൈവബോധം ഇല്ലാതെ ആരും ഇവിടെ ജനിക്കുന്നില്ല. ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാൽ ഉടൻ തന്നെ വിമാനത്തെക്കുറിച്ച് അറിയാവുന്നവർ ചോദിക്കുന്നത് ബ്ലാക്ക് ബോക്സ് കിട്ടിയോന്നാണ്. അത് ആ വിമാനത്തിന്റെ മനസാക്ഷിയാണ്. ആ സാധനം കിട്ടിയാൽ ഈ പ്ലെയിൻ എത്ര കിലോമീറ്റർ സ്പീഡിൽ വന്നെന്നും എവിടെ വെച്ച് എന്തുകൊണ്ട് എങ്ങനെ താഴെ വീണുവെന്നും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൽ മായം ചേർക്കാൻ പൈലറ്റിന് പറ്റില്ല. ഇതുപോലെ മനുഷ്യ, നിന്റെ അകത്തൊരു ബ്ലാക്ക് ബോക്സ് ഉണ്ട്. അതിന്റെ പേരാണ് മനസാക്ഷി. ഈ സാധനത്തിനകത്തൊരു ദൈവബോധം വെച്ചിട്ടുണ്ട്. അതിനകത്ത് മായം ചേർക്കാൻ പറ്റില്ല. ഒരു കാറ് ഞാൻ മേടിച്ചിട്ട് ടാക്സി ഓടാൻ ഡ്രൈവറെ ഏൽപ്പിക്കുന്നു.
അതിനകത്തൊരു മീറ്റർ വെച്ചിട്ടുണ്ട്. ഇവൻ ഈ കാറും കൊണ്ട് രാവിലെ കന്യാകുമാരിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു എറണാകുളം വരെ പോയുള്ളൂ എന്ന്. പക്ഷെ ആ മീറ്റർ പറയുന്നു കന്യാകുമാരി പോയി എന്ന്. ആ മീറ്റർ വെച്ചുള്ള പൈസ ഞാൻ അദ്ദേഹത്തോട് മേടിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, മീറ്റർ തിരിച്ചു വെക്കാം. ചെറിയ മായം ചേർക്കാനൊക്കെ ഡ്രൈവർമാർക്ക് അറിയാമെന്ന് പറയുന്നു. എല്ലാവരും ചെയ്യില്ല, ചിലർ ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ മനുഷ്യന്റെ അകത്തൊരു മീറ്ററുണ്ട്, മനസാക്ഷി. തിരിച്ചു വെക്കാൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ വയസ്സായപ്പോൾ എനിക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല, എനിക്ക് സത്യം ഒന്ന് പറഞ്ഞിട്ട് മരിക്കണമെന്ന് പറഞ്ഞ് റിട്ടയർഡായ ചില ഉദ്യോഗസ്ഥന്മാർ സത്യം പറഞ്ഞത് സപ്ലിമെന്റ് മനോരമയിൽ വന്ന് നിങ്ങൾ വായിച്ചോ? മനസാക്ഷി എന്നൊരു സാധനം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ചില ക്രൂരന്മാരായ ആളുകൾ ആരെങ്കിലും പിടിക്കുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് പോലീസിന് ഒരാളെ ക്വസ്റ്റ്യൻ ചെയ്ത് തെളിയിക്കാൻ പറ്റുന്നത്. ഈ മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് കോടതിന് മുമ്പിൽ ഒരാൾ സത്യം പറഞ്ഞു പോണത്. ഈ മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് എത്രയൊക്കെ അഭ്യാസം എടുത്താലും സത്യം പുറത്തു വരുന്നത്. ഈ മനസാക്ഷി ആര് വെച്ചു? നിരീശ്വരവാദി വെച്ചതാണോ? ഈ മനസാക്ഷി ആര് വെച്ചു? അമേരിക്കൻ പ്രസിഡന്റ് വെച്ചതാണോ? അല്ല, സർവശക്തിയുള്ള ദൈവമാണ് അത് സ്ഥാപിച്ചത്. എന്തിനു വേണ്ടി? നിന്നെ പിടിക്കാൻ. ഒരു കാര്യവും നിനക്ക് ഒളിക്കാൻ പറ്റില്ല, ഒരു കാര്യം അറിഞ്ഞില്ലെന്ന് പറയാൻ പറ്റില്ല. സൃഷ്ടാവ് വെച്ച മനസാക്ഷി അതിനകത്തുണ്ടെങ്കിൽ ദൈവബോധം ഉണ്ടാവും. അപ്പൊ ദൈവബോധം ഇവന്റെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ എന്ത് സംഭവിക്കുന്നു? അവൻ അതിനെ ഇഗ്നോർ ചെയ്യുന്നു, അവഗണിക്കുന്നു, മാത്രമല്ല അടിച്ചമർത്തുന്നു, മാത്രമല്ല വികലമാക്കുന്നു. അവഗണിക്കുന്നു, അടിച്ചമർത്തുന്നു, വികലമാക്കുന്നു. അവഗണിക്കുന്ന ഒരു കൂട്ടരുണ്ട്, അടിച്ചമർത്തുന്ന ഒരു കൂട്ടരുണ്ട്, വികലമാക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവഗണിക്കുന്ന കൂട്ടരെന്ന് പറഞ്ഞാൽ എന്തേലും ആട്ടെ, എന്നായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതി. അവഗണിക്കുന്ന കൂട്ടർ. അടിച്ചമർത്തുന്ന കൂട്ടർ, ഇല്ല ദൈവമില്ല, 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 ദൈവം ഉണ്ട്, ഇങ്ങനെയൊക്കെ വരുമോ? അടിച്ചമർത്തുന്ന കൂട്ടര്. മൂന്നാമത്തെ കൂട്ടര് അതിനെ വികലമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞാൽ കണ്ണിക്കണ്ടതൊക്കെ ദൈവം. ശ്രദ്ധിക്കൂ, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയെ, അക്ഷയനായ ദൈവത്തിന്റെ പ്രതിമയെ, രൂപത്തെ അവർ മനുഷ്യന്റെ രൂപത്തോടും പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപത്തോടും സദൃശപ്പെടുത്തി കളഞ്ഞു. ഇവരാണ് ഈ പറഞ്ഞ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അകത്തുള്ള ദൈവബോധത്തെ തെറ്റായ നിലയിൽ വളച്ച് തിരിച്ച് മാറ്റി. നമുക്ക് പേര് പറയാൻ പോലും കൊള്ളാത്ത ജീവികളെയൊക്കെ, അറയ്ക്കുന്ന ഭയപ്പെടുന്ന ജീവികളെയൊക്കെ ദൈവമെന്ന ചിന്തയിലേക്ക് മാറ്റിമറിക്കത്തക്കവണ്ണം മനുഷ്യന്റെ മനസ്സിനെ വികലമാക്കി കളഞ്ഞ ചിത്രമാണ് ഇവിടെ പറയുന്നത്. ഇത് ഞാൻ വിവരിച്ചാൽ ഒരുപക്ഷെ ചിലർക്ക് അത് ദുഃഖമായെങ്കിലോ അതുകൊണ്ട് ആ ഭാഗം ഇവിടെ വിടുന്നു. അറിയാത്തവർ എന്ന ബൈബിൾ പ്രസ്താവനയുടെ അർത്ഥം ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കാത്ത, അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാത്തവരുടെ കാര്യമാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ പരസ്യവരവിൽ രണ്ടാമത് കൈകാര്യം ചെയ്യുന്നത് സുവിശേഷം അനുസരിക്കാത്തവരാണ്. ഇത് പറയുമ്പോൾ ഇത് താങ്കളെ ബാധിക്കും. സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരമുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ഒരു സത്യം പറയട്ടെ, സുവിശേഷം വിശ്വസിച്ചവർക്ക് രക്ഷ, സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷ. സുവിശേഷം അംഗീകരിച്ചവർക്ക് പർദീസ, സുവിശേഷം അവഗണിച്ചവർക്ക് ശിക്ഷാവിധി. സുവിശേഷം ഏറ്റെടുത്തവർക്ക് പ്രതിഫലം, നിത്യജീവൻ, ദൈവരാജ്യം. സുവിശേഷത്തെ അവഗണിച്ചവർക്ക് നരകം, നിത്യശിക്ഷ. സുവിശേഷത്തിന്റെ കെയർ ഓഫിൽ മാത്രമേ യേശു ഇനി മനുഷ്യനോട് ഇടപെടുന്നുള്ളൂ. എനിക്ക് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചാണ് പറയേണ്ടത്. ഇപ്പോഴത്തെ വിഷയം അതാണെങ്കിലും എന്റെ പ്രധാന വിഷയം സുവിശേഷമാണ്. അതുകൊണ്ട് ഞാൻ സുവിശേഷം ഒന്നുകൂടെ പറയട്ടെ. ജാതി, മത, വർണ്ണ, വർഗ വ്യത്യാസം ഇല്ലാതെ, ധനവാനെന്നോ ദരിദ്രനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാമാർഗമാണ് യേശുവിന്റെ കുരിശുമരണം. സർവലോകത്തിന്റെയും പാപം ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു.
ഈ ക്രൂശുമരണം ഒരു വ്യക്തി അറിഞ്ഞ് അംഗീകരിച്ച് ഏറ്റെടുക്കുമ്പോഴാണ് അവൻ ദൈവ പൈതലായി തീരുന്നത്. അങ്ങനെ ദൈവ പൈതലായി തീർന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു മടങ്ങി വരുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ, മക്കളെ, അനുയായികളെ, സഭയെ, വിശുദ്ധന്മാരെ, യഥാർത്ഥ ദൈവമക്കളെ, ദൈവസഭയെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. ഇവിടെ ഞങ്ങൾ പുരാതനക്കാരാണ്, ഞങ്ങൾ പാരമ്പര്യക്കാരാണ്, ഞങ്ങൾ മതിലേക്കെടുത്തവരാണ്, ഈ അബദ്ധങ്ങൾ പുലമ്പാതിരിക്കുന്നതാണ് നല്ലത്. ക്രിസ്തുവുമായുള്ള ബന്ധമില്ലെങ്കിൽ ഏത് മതിലേക്കെടുത്താലും ഗുണമില്ലെന്നുള്ള കാര്യം തുറന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അതങ്ങ് പറയുകയാണ്. ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ നിങ്ങൾ ഏത് കക്ഷിപ്പെട്ടയാളാണെങ്കിലും, നിങ്ങൾ ഏത് ഗ്രൂപ്പിന്റെ ആളാണെങ്കിലും, നിങ്ങൾ എത്ര കൊടി പിടിച്ച ആളാണെങ്കിലും, എത്ര കൊടി കുത്തിയ ആളാണെങ്കിലും, എത്ര വലിയ തറവാട്ടുകാരനാണെങ്കിലും തള്ളപ്പെട്ടു പോകുമെന്നുള്ള സത്യം അറിയാതിരിക്കരുത്. ഒരുപക്ഷെ ഇവിടുത്തെ പള്ളിയുടെ രജിസ്റ്ററിൽ നിങ്ങളുടെ പേര് കാണും, പള്ളി വഴക്കിന്റെ കമ്മിറ്റിയിൽ നിങ്ങൾ സെക്രട്ടറിയുമായിരിക്കും, അതിന്റെ കേസ് നടത്തുവാൻ നിങ്ങൾ ഡൽഹി വരെ പോയ ആളുമായിരിക്കും. യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ നിങ്ങൾ തള്ളപ്പെട്ടു പോകും. കർത്താവിന്റെ വരവിൽ നിങ്ങൾ എടുക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റല്ലേ? സത്യം അറിയുമ്പോഴേ നിങ്ങൾ സ്വതന്ത്രരാകുകയുള്ളൂ. അപ്പൊ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലാണ് രക്ഷയിരിക്കുന്നത്. ഈ സുവിശേഷം പല പ്രാവശ്യം കേട്ടിട്ടും വിശ്വസിക്കാത്ത, അനുസരിക്കാത്ത ആളുകൾക്ക് ശിക്ഷയുണ്ടെന്ന് വായിച്ചത് കേട്ടോ? ഒന്നുകൂടെ വായിക്കാം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, ആർക്കൊക്കെയാണ് പ്രതികാരം? ദൈവത്തെ അറിഞ്ഞിട്ടും അതിന് തക്കവണ്ണം ജീവിക്കാത്തവർ. ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തിയുള്ള ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് ബഹുമാനിക്കാതെ, അനുസരിക്കാതെ, ആരാധിക്കാതെ, സ്വാർത്ഥതയിലും ഞാൻ പിടിച്ച ആണ് ശരിയെന്ന അഹങ്കാരത്തിലും ജീവിച്ച ഒരു കൂട്ടം ആളുകൾ, അവർക്ക് പ്രതികാരം. പിന്നെ ആർക്കാണ് പ്രതികാരം? സുവിശേഷം അനുസരിക്കാത്തവർക്ക്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കും. പ്രിയപ്പെട്ടവരെ, വളരെ നഗ്നമായി സത്യം വേദനയോടെ പറയട്ടെ, സുവിശേഷം കേട്ടാ പോരാ കേട്ടോ, വിശ്വസിക്കണം, അനുസരിക്കണം. സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം ഉണ്ടെന്ന്. എന്താ സുവിശേഷം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ? സുവിശേഷം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുസരിക്കുക. ബൈബിളിൽ ഒരു വാക്യം പറയട്ടെ, ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല. വിശ്വസിക്കുകയും ചെയ്യണം, അനുസരിക്കുകയും ചെയ്യണം. നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? അനുസരിക്കണം. സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷാവിധി ഉണ്ടെന്ന്. സുവിശേഷം വിശ്വസിച്ചാൽ പോരാ, സുവിശേഷം അനുസരിക്കണം. സുവിശേഷത്തിൽ എന്താ സാറേ അനുസരിക്കാനുള്ളത്? സുവിശേഷത്തിൽ അനുസരിക്കാനുള്ളത് യേശുവിന്റെ വാക്കുകൾ, അവന്റെ കൽപ്പനകൾ, അവന്റെ പ്രമാണങ്ങൾ അനുസരിക്കണം. യേശുവിന്റെ പ്രമാണങ്ങൾ ഏതാ? യേശുവിന്റെ പ്രമാണങ്ങൾ ഓരോന്ന് ദൈവവചനത്തിൽ നിന്ന് പരിശോധിക്കുക. നിങ്ങൾക്കിതിന് ചിന്തയിൽ ഒരു ഉണർവുണ്ടായെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് എടുക്കൂ. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 പുസ്തകങ്ങൾ വായിക്കൂ. യേശുവിന്റെ കൽപ്പനകളൊക്കെ ഒന്ന് എടുക്ക്, എല്ലാം എടുക്കുക, ഒന്നും ഇടണ്ട. എന്നിട്ട് നിങ്ങൾ ഇതിൽ ഏതൊക്കെ അനുസരിച്ചിട്ടുണ്ടെന്ന് നോക്ക്. എല്ലാം അനുസരിക്കണം. പിന്നെ അനുസരിക്കാവുന്നതനുസരിക്കുകയും നിങ്ങളെ കൊണ്ട് അനുസരിക്കാൻ മേലാത്ത കാര്യം നിങ്ങൾ ദൈവത്തോട് പറയുകയും ചെയ്യണം. ഉദാഹരണത്തിന്, നിന്റെ ശത്രുവിനെ സ്നേഹിപ്പീൻ എന്ന് പറയുന്നു. അപ്പം നിങ്ങളുടെ സ്വന്തം അയൽക്കാരനായൊരു മനുഷ്യൻ നിങ്ങളുടെ എന്നോടൊരാൾ പറഞ്ഞു, എന്റെ അതിരിന്മേൽ നിന്ന പ്ലാവിന് ചുവട്ടിൽ ആ മനുഷ്യൻ ഒരു സാധനം വെച്ചു, ആ പ്ലാവ് ഉണക്കിക്കളഞ്ഞു. ഞാൻ അയാളെ സ്നേഹിക്കണമെന്ന് ഉപദേശി പറഞ്ഞാൽ ഞാൻ എങ്ങനെ സ്നേഹിക്കും? മാത്രമല്ല, എന്റെ കുഞ്ഞിനെ അവൻ ഉപദ്രവിച്ചു, എന്റെ അതിരവൻ മാന്തി. എല്ലാ ദിവസവും അതിരുകല്ല് ഊരിമാറ്റുക, കുറേശ്ശെ അരിഞ്ഞെടുക്കുക, എന്റെ കോഴിയെ മുഴുവൻ വിഷം വെച്ച് കൊല്ലുക. ഞാൻ ആളെ എങ്ങനെ സ്നേഹിക്കും പാസ്റ്ററെ?
അപ്പോൾ യേശുവിന്റെ കൽപ്പന അനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഞാൻ വിവരിക്കാം, സഹായിക്കാം. ഈ കർത്താവായ യേശു എന്ന് പറയുന്ന ആള് പൂർണ്ണ മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ചതാണ്. അതുകൊണ്ട് മാനുഷിക പരിമിതികളും ബുദ്ധിമുട്ടുകളും പറഞ്ഞാൽ മനസ്സിലാവുകയും ചെയ്യും, അംഗീകരിക്കുകയും ചെയ്യും. നിങ്ങൾ ഈ വിഷയം ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? കർത്താവേ, എനിക്ക് ചില ശത്രുക്കളുണ്ട്, എനിക്ക് അവരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ സഹായിക്കണം. നിങ്ങളൊരു അപ്പനല്ലേ, നിങ്ങളുടെ മകനോട് നിങ്ങളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യൂ അല്ലേ? പക്ഷേ മിണ്ടാതിരുന്നാലോ? അപ്പോൾ നിങ്ങൾക്ക് യേശുവിന്റെ കൽപ്പന സുവിശേഷം അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നമ്പർ ഇട്ട് പറ, ഇന്നതെനിക്ക് ബുദ്ധിമുട്ടാണ്. 2, അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ട് വരില്ലല്ലോ. കർത്താവിനോട് പറയൂ, കർത്താവ് നിങ്ങളെ സഹായിക്കും. യേശുവിന്റെ കൽപ്പന അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് യേശു കൽപ്പിച്ചതാ. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതാണോ? അല്ല. പിന്നെന്താ? നാണക്കേടോ? സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷാവിധി. ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, അത് മാത്രം അനുസരിച്ചാൽ മതിയോ? നിങ്ങൾക്ക് അനുസരിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അതെല്ലാം അനുസരിക്കണം. സുവിശേഷം വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെ ചേർക്കാൻ യേശു മടങ്ങി വരുന്നു. അനുസരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പിൻ. അതായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അതിന് കഴിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ദൈവം തന്ന സാമ്പത്തിക നന്മ ഉപയോഗിച്ച് ഈ സുവിശേഷ വേലയെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കാം. ഞങ്ങളെ ഏൽപ്പിക്കണമെന്നില്ല. സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക. പൊട്ടിപ്പോകുന്ന ബ്ലേഡ് കമ്പനിയിലും ചതിക്കുന്ന ബാങ്കിലും കൊണ്ടൊന്ന് പൈസ ഇട്ട് നശിപ്പിക്കാതെ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി പണം മുടക്കൂ. അതും സുവിശേഷത്തോടുള്ള ഒരു അനുസരണമാണ്. പിന്നെ വേർപാടിൽ, വിശുദ്ധിയിൽ, പാപത്തിൽ നിന്നും പാപികളിൽ നിന്നും ദുരുപദേശങ്ങളിൽ നിന്നും വേർപെട്ട് വചനപ്രകാരം കർത്താവിനെ ആരാധിക്കണമെന്നുള്ളത് കൽപ്പനയാണ്. നിങ്ങളെ കാണുന്നവർ യേശുവിനെ കാണത്തക്കവണ്ണം ജീവിക്കണമെന്നുള്ളത് കൽപ്പനയാണ്. ഇങ്ങനെ യേശു കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാത്തവർക്ക് ശിക്ഷയുണ്ടെന്ന്. യേശു മടങ്ങി വരുന്ന കാര്യം കേൾക്കുമ്പോൾ സന്തോഷമാണ്. പക്ഷെ മറുവശം ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ദൂതന്മാരുമായി പ്രത്യക്ഷനാകുമ്പോൾ ദൈവത്തെ അറിഞ്ഞിട്ടും അറിഞ്ഞതിനൊത്തവണ്ണം ജീവിക്കാത്തവർക്കും സുവിശേഷം അനുസരിക്കാത്തവർക്കും ശിക്ഷാവിധി ഉണ്ടാകും. ശിക്ഷാവിധി ഉണ്ടാകും. അപ്പൊ കർത്താവിന്റെ മടങ്ങി വരവ്, പരസ്യ വരവ് ആർക്ക് വേണ്ടി? സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷ കൊടുക്കുവാൻ. മാത്രമല്ല, യഹൂദന്റെ ഉദാഹരണവും കൂടി അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചതാണ്. അത് വിവരിക്കും, തുടരും അടുത്ത സന്ദേശത്തിൽ. ഒലിവുമലയിലെ യേശുവിന്റെ മടങ്ങി വരവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വിവരിക്കുന്നതാണ്. ഒലിവുമലയിൽ യേശുവിന്റെ കാല് കുത്തുകയും അതോട് ബന്ധപ്പെട്ട് ചില ചലനങ്ങൾ ഭൂലോകത്ത് നടക്കുകയും ചെയ്യും. രാഷ്ട്രീയ മണ്ഡലത്തിലെ ചലിപ്പിക്കുന്ന ഒരു സംഭവമാണ് യേശുവിന്റെ ഒലിവുമലയിലെ പാദസ്പർശനം. ഇത് വിവരിക്കാം. അതിനോടുള്ള ബന്ധത്തിൽ അത് വിവരിക്കുന്നതിന് മുമ്പ് സുവിശേഷം വിശ്വസിക്കുക, സുവിശേഷം അനുസരിക്കുക, സുവിശേഷത്തിന് വേണ്ടി നിൽക്കുക. കർത്താവ് വരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. 2 തെസ്സലോനിക്കർ 1:6-7 യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരമുണ്ട്. യേശു ക്രിസ്തുവിന്റെ ഈ പരസ്യ വരവിന് മറ്റൊരു ഉദ്ദേശവും കൂടി ഉണ്ട്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം, ദൈവത്തെ അറിയാത്തവർക്ക് ശിക്ഷ. ഇത് കൂടാതെ മൂന്നാമതൊരു ഉദ്ദേശം കൂടെ യേശുക്രിസ്തുവിന്റെ പരസ്യവരവിനുണ്ട്. അത് യഹൂദനെ ഉദ്ധരിക്കുക. ഇത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്ന ഒരു വിഷയമല്ല. പക്ഷെ ബൈബിളിന്റെ ഈ പ്രവചനം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. എന്താണ് യഹൂദനും ദൈവവുമായിട്ടുള്ള കോൺട്രാക്ട്? എന്താണ് യഹൂദനോട് ദൈവത്തിനുള്ള പ്രത്യേക പരിഗണന? ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പൊതുവായി പറയാം. ലോകത്തിൽ ദൈവിക പ്രമാണങ്ങളെ നിലനിർത്തി കൈമാറി പരിപാവനമായി സൂക്ഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു മനുഷ്യനാണ് അബ്രഹാം. ദൈവിക പ്രമാണങ്ങളെ പുറകിലെറിഞ്ഞ് മനുഷ്യ സമൂഹം ആകമാനം അതപ്പതിച്ച്
വിഗ്രഹാരാധനയിലേക്ക് കൂപ്പുകുത്തി വീണ കാലത്ത് ദൈവിക ദർശനത്താൽ ഒറ്റയ്ക്ക് സർവശക്തിയുള്ള ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു മനുഷ്യനായിരുന്നു എബ്രഹാം എന്ന അബ്രഹാം പിതാവ്. ഈ മനുഷ്യൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും തേജോമയനായ ദൈവത്തിന്റെ ദർശനത്താൽ താൻ ആ കുടുംബത്തെയും പശ്ചാത്തലത്തെയും വിട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിതയാത്ര തുടർന്നു. ഈ മനുഷ്യനെ ഈ പ്രത്യേക അവസ്ഥയിൽ ദൈവം ചില വാഗ്ദത്തങ്ങൾ നൽകി ആദരിച്ചു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നിനക്കും നിന്റെ സന്തതിക്കും മധ്യേ ഞാൻ എന്റെ നിയമത്തെ സ്ഥാപിക്കും. സർവശക്തനായ ദൈവം അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തു, എഗ്രിമെന്റ് ചെയ്തു. അവന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും ആക്കുമെന്ന് ദൈവം അബ്രഹാമിനോട് വാക്കു പറഞ്ഞു. വാസ്തവത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആ വാഗ്ദത്തം ഇപ്പോഴും നിലനിൽക്കുന്നു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചവനാണ്. ആ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം തരുമെന്ന്. ഈ ഭൂപരപ്പിലെ ഏറ്റവും ഫലഭൂയിഷ്ഠ സ്ഥലമായ പലസ്തീൻ നാട് ദൈവം അബ്രഹാമിന് തീരെഴുതി കൊടുത്ത സ്ഥലമാണെന്ന് ഈ ബൈബിൾ പറയുന്നു. അബ്രഹാമിന്റെ ശേഷം അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനോട് പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. ഇസഹാക്കിന്റെ മകനായ യാക്കോബിനോട് പറഞ്ഞു, ഇത് ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തന്നിരിക്കുന്നു. ഈ ഭൂമിയിൽ ഒരേ ഒരു സ്ഥലം മാത്രമേ ദൈവം അങ്ങനെ ഒരു ജാതിക്ക് വേണ്ടി കൊടുത്തുള്ളൂ. ആ ഗ്രൂപ്പിന്റെ പേരാണ് ഇസ്രായേൽ. ഞങ്ങൾ വ്യക്തിപരമായി ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ കൊലപാതകങ്ങൾക്കോ ഒരു ഇഞ്ച് പോലും അനുകൂലികളല്ല. യേശുക്രിസ്തുവിന്റെ സുവിശേഷ പ്രകാരം രക്തം ചിന്തുന്ന ആരോടും ഞങ്ങൾക്ക് പുലബന്ധം പോലുമില്ല. ഇടത്തെ ചെകിട്ടത്തടിക്കുന്നവനെ വലത്തേത് കാണിച്ചു കൊടുക്കണമെന്നും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ശത്രുക്കളെ സ്നേഹിക്കണമെന്നുള്ള ഈശോമിശിഹായുടെ പ്രമാണത്തിന് വിരുദ്ധമായ ഒരു സംഘടനയോട് ഞങ്ങൾക്ക് ബന്ധമില്ല. എന്നാൽ യഹൂദനെ കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ നിറവേറുമെന്നുള്ള കാര്യം യേശുവിന്റെ മടങ്ങിയവരോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ട ആവശ്യമായതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഈ യഹൂദൻ അബ്രഹാമിന്റെ കാലം കഴിഞ്ഞു, യാക്കോബിന്റെ കാലം കഴിഞ്ഞു, ദാവീദിന്റെ കാലം കഴിഞ്ഞു, ശലോമോന്റെ കാലം കഴിഞ്ഞു, വർഷങ്ങൾ പിന്നിട്ടു. ഈ കുടുംബത്തിലൂടെയാണ് ഈശോമിശിഹാ ലോകത്തിൽ വരുന്നത്. പക്ഷേ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായി. യേശുവിനെ യഹൂദൻ തിരിച്ചറിഞ്ഞില്ല. വാക്യം ഇതാണ്, യോഹന്നാന്റെ സുവിശേഷം 1:11. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ സാക്ഷാൽ മശിഹയായ യേശുവിനെ യഹൂദൻ തിരിച്ചറിഞ്ഞില്ല. മാത്രമല്ല, യഹൂദനാണ് യേശുവിനെ ക്രൂശിച്ചത്. അതിന് മുൻകൈയെടുത്തത് യഹൂദന്മാരാണ്. ഈ യഹൂദൻ യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് പീലാത്തോസ് എന്ന ഭരണാധിപൻ ചോദിച്ചു, ഈ മനുഷ്യൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനിവനെ ക്രൂശിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ യഹൂദന്മാർ ഒന്നടങ്കം ആർത്ത് നിലവിളിച്ചു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് ഇതെല്ലാം അറിയാം. ഇതാണ് യഹൂദൻ ഈ ലോകത്തിന് തന്ന സംഭാവന. ആ നിലയിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായി ഈ സമൂഹത്തോട് അടുപ്പമല്ല എന്ന കാര്യം ശ്രോതാക്കൾ മറക്കരുത്. ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ അവർ ഉറക്കം നിലവിളിച്ചു. യഹൂദ സമുദായം ഒന്നടങ്കം ക്രിസ്തുവിനെ ക്രൂശിക്കാൻ മുൻകൈയെടുത്തു. റോമ ഗവൺമെന്റും യഹൂദ സമുദായവും ചേർന്ന് ലോകരക്ഷകനെ കുരിശിൽ കയറ്റി. പക്ഷേ യേശു കുരിശിൽ മരിക്കേണ്ടത് മാനവരക്ഷയുടെ ആവശ്യവുമാണ്. അതതിന്റെ മറുവശം. ക്രിസ്തുവിനെ ദൈവം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തമാകാൻ അനുവദിച്ചു എന്ന സത്യം ബൈബിളിൽ വ്യക്തമായി കിടപ്പുണ്ടല്ലോ. ഈ യഹൂദൻ ഇതിന് ഒരു കൊലപാതക കുറ്റം ഏറ്റെടുക്കത്തക്കവണ്ണം മുമ്പോട്ട് വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എന്ത് സംഭവിച്ചു? ആ സമയത്ത് യഹൂദൻ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ വന്നോട്ടെ. സത്യം പറഞ്ഞാൽ അന്നു മുതൽ ഇന്ന് വരെ യഹൂദന് സമാധാനമില്ല. ഈ ചോരയുടെ കണക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ രക്തം കുടിച്ച, ഇതുപോലെ രക്തം ചൊരിഞ്ഞ ഒരു ജാതി ഭൂമിയിലുണ്ടോ? ഇതൊക്കെ പറയുമ്പോഴും എത്രയായിരങ്ങൾ ഡെയിലി മരിച്ചുകൊണ്ടിരിക്കുന്നു.
കാര്യം ഇറാഖിലും പലസ്തീനിലുമൊക്കെ കുറെ പേരെ അവർ കൊല്ലുന്നുണ്ടെങ്കിലും എത്ര ജനമാണ് ഓരോ ദിവസവും അവരിലൂടെയും അവരുടെ ഇടയിലും മരിച്ചുകൊണ്ടിരിക്കുന്നത്. വാക്യം മറക്കണ്ട, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. യേശുവിന്റെ രക്തത്തോടുള്ള കളി അവസാനിപ്പിക്കാൻ അവർക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരു മർമ്മം മറഞ്ഞു കിടക്കുന്നു. യേശുവിന്റെ രക്തം ബഹുമാനത്തോടുകൂടെ വിശ്വസിച്ച് ഏറ്റെടുത്തവർക്കൊക്കെ ആശ്വാസവും സമാധാനവുമായി അത് ഭവിച്ചു എന്ന സത്യം മറക്കണ്ട. ഏതെങ്കിലും ഒരു കുടുംബം യേശുവിന്റെ കുരിശുമരണത്തെയും അവന്റെ ചോരയെയും ആദരിച്ചിട്ടുണ്ടോ, ആ കുടുംബമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ള സത്യവും ഇത്തരുണത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഈ യഹൂദൻ കഴിഞ്ഞ ദീർഘമായ 2000 വർഷമായിട്ട് പേപ്പട്ടിയെ പോലെ നാട് നീടെ അലയുകയും ഓടുകയുമായിരുന്നു. എന്നാൽ ഈ ചില വർഷങ്ങൾക്കുള്ളിൽ 1945 മുതൽ യഹൂദന് ഒരു പുതിയ ജീവിതം ലഭിച്ചു തുടങ്ങി. അതിനെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനം ഇതാണ്: അത്തി തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്നറിഞ്ഞുകൊള്ളുക. ഇതൊക്കെയും കാണുമ്പോൾ നിങ്ങളുടെ കർത്താവ് മടങ്ങി വരാറായി എന്ന് ഓർത്തുകൊള്ളുക. യേശു പറഞ്ഞ വാക്യമാണ്. അത്തി തളിർക്കുക എന്ന് പറഞ്ഞാൽ അത്തി യഹൂദനെ കാണിക്കുന്നു. യേശു പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നടന്ന സമയം, ഞാൻ ഈ ചരിത്രം എല്ലാം പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് ഓർമ്മയിൽ വരത്തില്ലെങ്കിലും ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക. ക്രിസ്തു ഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു ഇലയുള്ള അത്തിയുടെ അടുക്കൽ, നിറയെ ഇലയുള്ള അത്തിമരത്തിന്റെ അടുക്കൽ ചെന്ന് ഫലം തിരയുന്നു. ഫലം കിട്ടാതെ വന്നപ്പോൾ ശപിക്കുന്നു. അത്തി ഉണങ്ങിപ്പോകുന്നു. ഇതെന്തിനെ കാണിക്കുന്നു അറിയാമോ? യഹൂദൻ യേശു ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഗുണവുമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഗുണവും മണവും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവനെയാണ് ശപിച്ചത്. അവൻ ഉണങ്ങിപ്പോയി. ഇന്ന് വരെ അതിൽ നിന്ന് ഫലം ഉണ്ടായിട്ടില്ല. പക്ഷേ ആ യേശു പറയാണ്, അത്തി തളിർക്കുമ്പോൾ, ഈ ഉണങ്ങിപ്പോയ അത്തി വീണ്ടും പുതിയ ഇല വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, യേശു മടങ്ങി വരാറായി. കർത്താവിന്റെ മടങ്ങി വരവിന്റെ അടയാളങ്ങളെ കുറിച്ച് വരും ദിവസങ്ങളിൽ എടുക്കുന്നതാണ്. ഇടയ്ക്ക് പറഞ്ഞു പോവുകയാണ്. ഈ അത്തി 1945 തളിർക്കാൻ തുടങ്ങി. ചരിത്രത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത ചില സത്യങ്ങളുണ്ട്. യഹൂദന് വേൾഡ് മാപ്പിൽ ഒരു സ്ഥാനം ലഭിച്ചു. മഹായുദ്ധകാലത്ത് ഒരു യഹൂദൻ നൽകിയ സംഭാവനയുടെ പ്രതിഫലമായി നിനക്ക് എന്തു വേണമെന്ന് അന്നത്തെ ജനറൽ ചോദിച്ചപ്പോൾ, എനിക്ക് പണം വേണ്ട, സ്ഥാനം വേണ്ട, അവാർഡും വേണ്ട, എന്റെ സ്വന്തം ജനത്തിന് കാലുകുത്തുവാൻ ഞങ്ങളുടെ ജന്മനാട്ടിൽ ഒരു അവകാശം തരണം. ലോകം മുഴുവനും യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് ശേഷം ചിതറിയോടിയ അനാഥരായ യഹൂദന്മാർ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ മഹായുദ്ധകാലത്തിന് ശേഷം ഒരവസരം തികച്ചും അത്ഭുതകരമായി ലഭിക്കുന്നു. അങ്ങനെ യഹൂദൻ പലസ്തീൻ നാട്ടിൽ തിരിച്ചെത്തുന്നു. എന്തിന്? കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ പോലും വീടും കൂടും വിട്ട് സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയ കഥ വായിക്കുന്നവർക്ക് ഓർമ്മയുണ്ടല്ലോ. അന്നു മുതൽ യഹൂദന് ഒരു പുതിയ തളിർപ്പ് ആരംഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ, യഹൂദനെ ദൈവം ഈ 2000 കൊല്ലം ശിക്ഷിച്ചിട്ടെങ്കിൽ ഇപ്പോൾ യഹൂദന് വീണ്ടും ഒരു ചാൻസ് കൊടുക്കാൻ പോകുന്നു. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഈ ചാൻസ് കൊടുക്കുന്നതിന് ഒരു വ്യവസ്ഥയുണ്ട്. യേശുവിനെ കുരിശിച്ചതിന്റെ കുറ്റം അവർ സമ്മതിക്കണം. നിങ്ങൾ ബൈബിൾ തുറക്കൂ. സെക്കറിയ പ്രവചനം 14-ാം അധ്യായം 1 മുതലാണ്. വീട്ടിൽ ഇരുന്ന് 898 പേജ് എടുത്ത് വായിക്കണം. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിപ്പാനുള്ള യഹോവയുടെ ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. ശ്രദ്ധിക്കുന്നുണ്ടോ? സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തുമെന്ന് ഇന്നുവരെ നടന്നിട്ടില്ല. എന്നാൽ നാളെ ഇത് നടക്കും. ഒരു കൊച്ചു രാജ്യത്തോട് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന് യുദ്ധം നടത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ജനത്തിൽ ശേഷിപ്പുള്ളവരെ ഛേദിച്ചു കളയുകയും ചെയ്യും. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ ആ ജാതിയോട് പൊരുതും. ഈ മഹായുദ്ധത്തിൽ യഹൂദൻ നാമാവശേഷമായി കൊതുകിനെ കൊല്ലുന്ന പോലെ എല്ലാവരും കൂടി കൊന്നുകളയാതിരിക്കാൻ സർവശക്തനായ ദൈവം ഇടപെടുമെന്ന്
ഇടപെടും. എങ്ങനെ ഇടപെടും? അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ? ഈ യുദ്ധസമയത്ത് യേശു കർത്താവ് ഒലിവുമലയിൽ ഇറങ്ങി വരും. അങ്ങനെയാണെങ്കിൽ പ്രവചനം ശ്രദ്ധിച്ചു കേട്ടോളൂ. ഈ കാണുന്ന യുദ്ധത്തിന്റെ അനക്കങ്ങളും തീവ്രവാദങ്ങളും ബോംബും മനുഷ്യ ബോംബും ചാവേർപ്പടയും എല്ലാം കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സുവിശേഷകന്മാർക്കറിയാം യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ളതിന്റെ അലാറമാണ് ഈ മുഴങ്ങുന്നത്. ലോകത്തിലുള്ള സകല രാജ്യങ്ങളും ചേർന്ന് തീവ്രവാദത്തെ നിർമൂലമാക്കാൻ, നശിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഇപ്പൊ തുടങ്ങി. ഇത് വന്ന് ഒരുമിച്ച് എല്ലാവരും കൂടെ യഹൂദനെതിരെ തിരിയും. കാരണം തീവ്രവാദത്തിന്റെ വിത്ത് അവിടെ നിന്നാണല്ലോ ഇപ്പൊ പുറപ്പെടുന്നത്. അവനെതിരെ തിരിയും. ആ സമയത്ത് ദൈവം അവനെ സഹായിക്കാൻ വരും. യേശു ക്രിസ്തു മടങ്ങി വരുന്നത് ആ വിധത്തിലായിരിക്കും. അപ്പോൾ കർത്താവിന്റെ പരസ്യ വരവ് യഹൂദനോട് ബന്ധപ്പെട്ടാണ്. പക്ഷേ യഹൂദൻ അതിനു മുമ്പ് എന്തു ചെയ്യും? കുരിശിലെ യേശുവിനെ കുരിശിച്ച സംഭവം യവൻ ഓർമ്മ വരും. ഞങ്ങളാണ് ഈ തെറ്റ് ചെയ്തതെന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ യഹൂദന്മാരും ചേർന്ന് കരഞ്ഞ് നിലവിളിച്ച് കുംഭസാരം നടത്തും, പാപം ഏറ്റുപറയും. വിശ്വസിക്കാൻ വിഷമമുണ്ടോ? പ്രവചനം വായിച്ചു കേൾപ്പിക്കാം. സക്രിയ പ്രവചനം 12-ാം അധ്യായം. ഞാൻ ദാവീദിന്റെ 12:10, പേജ് നമ്പർ 897. സക്രിയ പ്രവചനം 12:10. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഇന്നത്തെ സന്ദേശത്തിൽ എന്റെ മാന്യ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വചനം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. സെക്കരിയാവ് 12:10. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഒരു പ്രധാനപ്പെട്ട പ്രവചനം ഇവിടെ ഞാൻ വിശദീകരിക്കാം. യഹൂദൻ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കുമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതേ പ്രവചനം വെളിപ്പാട് പുസ്തകത്തിൽ ക്ലിയറായിട്ട് കിടപ്പുണ്ട്. യേശു കർത്താവ് തന്നെ നേരിട്ട് പറയുന്ന വാക്ക് നോക്കൂ. ഇതാ, വെളിപ്പാട് പുസ്തകം 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഒന്നുകൂടെ വായിക്കാം. വെളിപ്പാട് 1:7. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ആരാണ് ഈ കുത്തിത്തുളച്ചവര്? സാക്ഷാൽ യഹൂദൻ. യേശുവിനെ ക്രൂശിച്ചു എന്ന് പറയുമ്പോൾ ഒരു മുറിവല്ല, അനേക മുറിവുകൾ അവനുണ്ടായി. 5 മുറിവുകൾ എന്നൊരു സങ്കല്പമുണ്ട്. 2 കയ്യ്, 2 കാല്, 4 നെഞ്ചത്ത് കുത്തിയ ഒടുവിലത്തെ കുത്ത് 5. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ മുറിവുകൾ വേറെയുണ്ട്. അവന്റെ പുറത്ത് ചമ്മട്ടി കൊണ്ടുള്ള അടി ഇതിനേക്കാൾ ക്രൂരമാണ്. അതുകൊണ്ട് 5 അല്ല, അവന്റെ പുറം ഒഴിവുചാല് പോലെ കീറിയെന്നാണ് ബൈബിൾ പറയുന്നത്. എങ്കിൽ പോലും ഒടുവിലത്തെ കുത്തിലാണ് മരണം ഉറപ്പുവരുത്തുന്നത്. അപ്പൊ കുത്തിക്കൊന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് യേശു കുരിശിൽ മരിച്ചു കഴിഞ്ഞ് കുന്തം കൊണ്ട് വിലാപ്പുറത്ത് കുത്തി എന്ന് പറഞ്ഞാൽ നെഞ്ചിന് കുത്തി. ആ കുത്ത് അകത്ത് കയറി തിരിച്ച് വലിച്ചെടുത്തപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് സുവിശേഷത്തിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു. അപ്പോൾ യേശു മരിക്കുമ്പോൾ ഏറ്റ മുറിവേതാണ്? കുത്താണ്. അതുകൊണ്ട് പറയുന്നു, അവർ ക്രൂശിച്ചവെങ്കിലേക്ക് അവർ നോക്കും എന്നതിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. ഏതു കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. എന്നാൽ രഹസ്യവരവിൽ എല്ലാവരും കാണത്തില്ല. അവന്റെ കുരിശുമരണം ഏറ്റെടുത്തവർ രഹസ്യവരവിൽ അവനെ കാണും. അവനെ കുരിശിച്ചവർ പരസ്യവരവിൽ അവനെ കാണും. യഥാർത്ഥത്തിൽ അവനെ കുരിശിച്ചവർ ഇതുവരെ അത് കുറ്റം ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ ഞാനോ, എന്നെ പോലെയുള്ള നിങ്ങൾ വിശ്വസിച്ചവരെന്ത് ചെയ്യുന്നറിയാമോ? യേശു എനിക്ക് വേണ്ടി മരിച്ചു, അവന്റെ കുറ്റമല്ല എന്റെ കുറ്റമാണെന്ന് ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ വിവരിക്കാം. കർത്താവ് പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രന്റെ കൈകളിൽ ആണിയടിച്ചതും
നെഞ്ചത്ത് കുത്തേറ്റതും തലയിൽ മുൾക്കിരീടം വെച്ചതും ഞാനാണെന്ന് ഞാൻ സമ്മതിക്കുകയാണ്. വിവരിക്കാം. എനിക്ക് വേണ്ടിയാണെന്ന് സമ്മതിക്കുകയാണ്. എന്റെ കുറ്റത്തിന്റെ ശിക്ഷയാണ് അവന്റെ കൈകളിൽ ആണിയടിച്ചത്. ഞാൻ എന്റെ തല കൊണ്ട് പാപം ചിന്തിച്ചു, അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. ഞാൻ എന്റെ ജീവിതം മുഴുവനും പാപത്തിൽ അകപ്പെട്ടു പോയി, അതുകൊണ്ട് അവന്റെ പുറം അടിച്ചു കീറി. എന്റെ കാലുകൾ ദുർനടപ്പിന് പോയി, അതുകൊണ്ട് അവന്റെ കാലിൽ ആണിയടിച്ചു. അങ്ങനെ യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവർ. അവരാണ് ദൈവമക്കൾ. യേശുവിനെ കുരിശിച്ചത് ഞാനാണ്, അല്ലെങ്കിൽ എനിക്ക് പകരമാണെന്ന് ഒരുവൻ സമ്മതിക്കുന്നതാണ് രക്ഷിക്കപ്പെടുന്നതിന്റെ മർമ്മം. എന്നാൽ യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും വന്നിട്ടില്ല. യഥാർത്ഥ കുറ്റവാളി ഇപ്പോഴും ഒളിവിലാണ്. യഥാർത്ഥ കുറ്റവാളി യഹൂദനാണ്. നോക്കൂ, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. അതെപ്പോൾ? പരസ്യമായിട്ട് വരുമ്പോൾ. മടങ്ങിവരവിന്റെ രണ്ടാം ഘട്ടമായ പരസ്യവരവ് ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുന്നത് കൂടാതെ യഹൂദന് ഉദ്ധാരണങ്ങൾ കൊടുക്കും. എങ്ങനെ? അബ്രഹാമിനോടുള്ള ദൈവത്തിന്റെ കരുണപ്രകാരം ഉടമ്പടിയുടെ വെളിച്ചത്തിൽ യഹൂദന് ഒരു ചാൻസ് കൂടെ കൊടുക്കും. അവൻ അന്ന് ശപിച്ച ആ തീ വീണ്ടും തളിർക്കും. അതിപ്പോൾ നടന്നു. എന്നാൽ യഥാർത്ഥ കുറ്റബോധം അവന് വന്നിട്ടില്ല. അവന്റെ യഥാർത്ഥ തെറ്റ് തീവ്രവാദമല്ല. അവന്റെ യഥാർത്ഥ തെറ്റ് യേശുവിനെ ക്രൂശിച്ചതാണ്. അതവൻ ഇനി ഏറ്റുപറയണം. യഥാർത്ഥത്തിൽ അവൻ ആ സത്യം ഏറ്റുപറയണം. ഏറ്റുപറയണമെങ്കിൽ അതുപോലെ അടികൊള്ളണം, അതുപോലെ വേദന. നമ്മളാണെങ്കിലും ഒരു തെറ്റ് തെറ്റാണെന്ന് സമ്മതിക്കണമെങ്കിൽ നല്ലവണ്ണം നമുക്ക് വേദനിച്ചാലേ സമ്മതിക്കുകയുള്ളൂ. ഞാനത് ചെയ്ത് തെറ്റിപ്പോയി, ഞാനത് പറഞ്ഞ് തെറ്റിപ്പോയി, ഞാനന്ന് എൻ്റെ അനിയനോട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഞാനന്ന് എൻ്റെ പെങ്ങളോട് അങ്ങനെ പറയണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ സമ്മതിക്കണമെങ്കിൽ നമുക്ക് അതുപോലെ പെയിൻ ഉണ്ടാകണം. യഹൂദന് ശരിയായ വേദന ഉണ്ടാകുന്നു എപ്പോൾ? മുമ്പേ വായിച്ചല്ലോ, സകല ജാതികളും ചേർന്ന് യഹൂദിനെതിരെ യുദ്ധം. ഭക്ഷണമോ ജലമോ കിട്ടാതെ ഈ രാജ്യത്തെ ബ്ലോക്ക് ചെയ്യുന്നു, ഉപരോധിക്കുന്നു. അങ്ങനെ ഇവരെ വട്ടം കറങ്ങും, പട്ടിണി കിടക്കും. കടുത്ത യുദ്ധം ദിവസങ്ങൾ നീണ്ടു നിൽക്കും. യഹൂദന് വേണ്ടി ആരും രംഗത്ത് വരത്തില്ല. ഇന്ന് പുറകിൽ നിന്ന് സഹായിക്കുന്ന അമേരിക്കയൊക്കെ പിന്മാറും. അതെല്ലാം ഇപ്പൊ തന്നെ കണ്ടു കഴിഞ്ഞു. അമേരിക്കയുടെ എല്ലാം ബലം കുറയുകയാണ്. എല്ലാവരും കൈവിടും. എല്ലാവരും കൈവിടുമ്പോൾ യഹൂദൻ ദൈവത്തെങ്കിലേക്ക് നോക്കും. അബ്രഹാമിന്റെ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. കുറെ ദിവസം കഴിയുമ്പോൾ ഇവരുടെ ഇടയിൽ ചില ആളുകൾ പറയും, സാക്ഷാൽ ദൈവപുത്രനായ യേശു നമ്മുടെ മധ്യത്തിലേക്ക് വന്ന് വെള്ളം വീഞ്ഞാക്കി മരിച്ചവരെ ഉയർപ്പിച്ച് കടലിന്മേൽ നടന്ന് ദൈവപുത്രനാണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും നമ്മൾ അവനെ ക്രൂശിച്ചു. ഇത് ഏറ്റുപറയാതെ നമുക്ക് സമാധാനം കിട്ടുകയില്ല. ഈ യുദ്ധത്തിൽ എല്ലാവരും ഇവിടെ കിടന്ന് ചത്തുപോണതിനേക്കാൾ നല്ലത് നമ്മൾ ആ കുരിശി യേശുവിനെ ക്രൂശിച്ചതിന്റെ കുറ്റം ഏറ്റെടുക്കാം. ഇപ്പൊ വായിച്ചത് ഓർക്കുന്നുണ്ടോ? യാചനയുടെ ആത്മാവിനെ പകരും, അവർ നിലവിളിക്കും, കുത്തിയിട്ടുള്ള പങ്കിലേക്ക് നോക്കും എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മശിഹായെ, അങ്ങയെ ക്രൂശിച്ചതിന്റെ കുറ്റം യഹൂദന്മാരുടെ മക്കളായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളെ ഈ കഷ്ടത്തിൽ നിന്ന് വിടുവിക്കണമേ. ഞങ്ങളുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മറ്റുള്ളവർ പിടിച്ചുകൊണ്ട് പോകുന്നു. യേശുവേ, ഞങ്ങളെ സഹായിക്കണമേ. ആ കുരിശിൽ തറച്ചതിന്റെ കുറ്റം ഞങ്ങൾ സമ്മതിക്കുന്നു. അത് ഈ പറയുന്ന പോലെയല്ല, അത് ഭയങ്കര നിലവിളിയാണ്. നിലവിളി എന്ന് പറഞ്ഞാൽ, വേൾഡ് ട്രേഡ് സെന്റർ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വ്യാപാര കേന്ദ്രം. അവിടെയൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആളെന്നൊക്കെ പറഞ്ഞ തലയെടുപ്പുള്ളവനാണ്. അവന് ഭൂമിയിൽ ആരെയും പേടിയില്ല. പക്ഷേ സെപ്റ്റംബർ 11 നിലവിളി ലോകമൊരിക്കലും മറക്കുകയില്ല. ആ കെട്ടിടത്തിനകത്ത് കുടുങ്ങിയവരുടെ നിലവിളി, ആ കെട്ടിടത്തിലേക്ക് പോയവരുടെ സ്വന്തക്കാരുടെ നിലവിളി, അയ്യോ എന്തൊരു നിലവിളി! അപ്പൊ അതിവേദന വന്നാലേ മനുഷ്യൻ നിലവിളിക്കുകയുള്ളൂ. യഹൂദൻ കഠിനമായി നിലവിളിച്ചുകൊണ്ട് യേശുവിനെ അന്വേഷിക്കും. ഏത് കണ്ണും അവനെ കുത്തി തുടച്ചവരും അവനെ കാണും. ഈ നിലവിളിയുടെ നടുവിൽ ശരിയായിട്ട് ഇവരെ മാനസാന്തരപ്പെട്ടെന്ന് തോന്നുമ്പോൾ, ഇവരിവരുടെ കുറ്റം സംബന്ധിച്ച് നിലവിളിക്കുമ്പോൾ, സാക്ഷാൽ യേശു, ഇവര് കുരിശിൽ തറച്ച യേശു, പീലാത്തോസ് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത സാക്ഷാൽ ദൈവപുത്രൻ
കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയ യേശു, മുടന്തനെ നടത്തിയവൻ, ലാസറെ ഉയർപ്പിച്ചവൻ ഇതാ ഒലിവുമലയിലേക്ക് ഇറങ്ങുന്നു. ലോകം മുഴുവനും യെരുശലേമിലേക്ക് നീങ്ങുക യുദ്ധത്തിന്. അവരുടെ എല്ലാം തന്ത്രങ്ങളെ പാളിക്കാനാണ് ആ മല പിളരുന്നത്. ഒരു ഭൂകമ്പം സംഭവിച്ചു എന്നോർത്ത് ആളുകൾ വിരണ്ടു നിൽക്കുമ്പോൾ ദൈവപുത്രൻ യുദ്ധം. അങ്ങനെ യഹൂദന്റെ ഉദ്ധാരണം അവിടെ സംഭവിക്കുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിന്റെ രാജാവായി വാഴുന്നു. തുടർന്നുള്ള 1000 വർഷം ക്രിസ്തുവും തന്റെ ദാസന്മാരും ഈ ലോകത്തെ വാഴുമെന്ന ബൈബിൾ പ്രവചനം വിശ്വസിക്കാൻ ദൈവം നമുക്ക് ഹൃദയവിശാലത തരട്ടെ. നമ്മുടെ വിഷയം യേശുക്രിസ്തുവിന്റെ മടങ്ങി. ദൈവത്തെ അറിയാത്തവർക്കും സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരവും യഹൂദന് ഉദ്ധാരണവും നൽകിക്കൊണ്ട് യേശുക്രിസ്തു പരസ്യമായി മടങ്ങി വരും. എന്നാൽ അതിനു മുൻപ് അവൻ രഹസ്യത്തിൽ വന്ന് സുവിശേഷം വിശ്വസിച്ചവരെ തന്റെ അടുക്കൽ ചേർക്കും.